CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ സംസ്ഥാന സമ്മേളനം തിരഞ്ഞെടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ സൈദ്ധാന്തിക മുഖമായിരുന്ന എം.വി. ഗോവിന്ദൻ ഇന്ന് CPM-ന്റെ കരുത്തുറ്റ നേതാക്കളിൽ പ്രധാനിയായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനാകുന്നതിന് മുൻപ് കായികാധ്യാപകനായിരുന്നു എം.വി. ഗോവിന്ദൻ. പാർട്ടിക്കാർക്ക് ഗോവിന്ദൻ മാഷായത് അതുകൊണ്ട് മാത്രമല്ല, പാർട്ടി ക്ലാസുകളിൽ നിറഞ്ഞു നിന്ന് സംഘടനാ വിദ്യാഭ്യാസം നൽകിയതുകൊണ്ടാണ്. ബ്രിട്ടീഷുകാരോട് പോരാടിയ മൊറാഴയിൽ ജനിച്ചതുകൊണ്ടാകാം സമരം ജന്മസിദ്ധമായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധിച്ച് അറസ്റ്റും ജയിൽവാസവും. ബാലസംഘത്തിലൂടെ തുടക്കം. KSYF ജില്ലാ സെക്രട്ടറി. 1969 പാർട്ടി അംഗം. 1980 DYFI രൂപീകരിച്ചപ്പോൾ ആദ്യ സംസ്ഥാന പ്രസിഡന്റ്, പിന്നീട് സംസ്ഥാന സെക്രട്ടറി. 1991 സംസ്ഥാന കമ്മിറ്റിയിലെത്തി. പാർട്ടി ഏൽപ്പിച്ച ചുമതലകൾ അച്ചടക്കത്തോടെ നടപ്പാക്കി. 4 വർഷം കണ്ണൂരിലെ CPIM-നെ നയിച്ചു. 2006 പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി. എറണാകുളം ജില്ലയിൽ വിഭാഗീയത കത്തിനിന്ന സമയത്ത് ഒത്തുതീർപ്പ് സെക്രട്ടറിയായി. 3 തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോഴും വിജയം കൂടെ നിന്നു. 2021 തളിപ്പറമ്പിൽ നിന്ന് ജയിച്ചെത്തിയപ്പോൾ 2ാം പിണറായി സർക്കാരിൽ എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി. കോടിയേരി ബാലകൃഷ്ണനെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയ കാലം സംസ്ഥാന സെക്രട്ടറിയാകാൻ പാർട്ടി നിർദ്ദേശിച്ചത് എം.വി. ഗോവിന്ദനോട്. മന്ത്രിസ്ഥാനമൊഴിഞ്ഞ് സംഘടനയെ നയിക്കാനിറങ്ങി. കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചൊഴിവിൽ പൊളിറ്റ് ബ്യൂറോ അംഗമായി. കണിശക്കാരനായ സെക്രട്ടറിയെ പ്രതീക്ഷിച്ചിടത്ത് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിരോധിക്കാൻ മുന്നിൽ നിൽക്കുന്ന സെക്രട്ടറിയായി എം.വി. ഗോവിന്ദൻ മാറി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു ആദ്യ പരീക്ഷണം. പക്ഷേ CPIM തകർന്നടിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന CPIM-നെ നയിക്കാൻ സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്ത സെക്രട്ടറിയായി എം.വി. ഗോവിന്ദൻ വീണ്ടും ഇറങ്ങുന്നു. റിസർച്ച് ഡെസ്ക് 24.